നമ്മളിപ്പോൾ രാവിലെ ഒന്ന് ചെറുതായിട്ട് ചുറ്റിക്കാണാൻ ഇറങ്ങിയതാണ് നമ്മുടെ നൈബർഹുഡ്. സ്കീയിങ് ഒക്കെ നടക്കുന്നൊരു സ്പോട്ട് പോലെ തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ തെന്നി വീണേനെ. ഇതൊരു ഫ്രീക്വൻറ്റ് സംഭവമായി മാറിയിരിക്കുകയാണ്. കാണാണ്ടോന്ന് അറിയില്ല, നല്ല റോഡൊക്കെ തിളങ്ങണുണ്ട്. ഞാനിവിടെ നിന്ന് കുറച്ചും കൂടെ മാറിയിട്ടൊരു വ്യൂ പോയിൻ്റ് പോലെ കാണുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ വരെ പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ സ്കൂളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സ്കൂളായ കാരണം നടക്കുന്ന വഴിയിലൊക്കെ അവർ ഗ്രാവലിട്ടുണ്ട് തെന്നി വീഴാണ്ടിരിക്കാൻ. സ്കൂളാണ്. ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഗ്രൗണ്ടിൽ ഫുൾ ഐസാണ്. ആഹാ, പക്ഷേ നമ്മൾ വർത്ത് ദ വാക്ക് എന്ന് പറയുന്ന പോലെ അവസാനം എത്തിച്ചേരുന്ന സ്പോട്ട് നല്ല രസമുണ്ട്. അവിടെ രണ്ട് പിള്ളേർ ഐസിൽ ഇങ്ങനെ തെന്നി കളിക്കുന്നു. സ്കൂളിൽ പോകുന്നവർ. അവിടെ ഒരു ലൈറ്റ് കാണുന്നത് സൂര്യനല്ല, എന്തിൻ്റെയോ ഒരു ലൈറ്റാണ്. പക്ഷേ ഒരറ്റത്ത് നമുക്ക് ചന്ദ്രനെയും കാണാണ്ട്. പക്ഷെ ഇങ്ങനെ ദൂരത്തേക്ക് നോക്കുമ്പോൾ പൈൻ ഫോറസ്റ്റും പിന്നെ ഇടയിൽ ഇങ്ങനെ ഒരുപാട് കുന്നുകളും ഫുള്ളിങ്ങനെ സ്നോ വീണ് കിടക്കുന്ന കുന്നുകളാണ്. നല്ല രസം കാണാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കിരുണയിലാണ്, സ്വീഡനിലെ സ്വീഡിഷ് ലാപ്ലാൻഡ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേയുടെ മോർണിംഗ് ആണ്. നല്ല ഒരു സൺറൈസ് ഇവിടെ ഒരു സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിന്ന് സ്നോമൊബൈൽ ട്രിപ്പും ക്ലീഷേ ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതിന് വേണ്ടി നമ്മൾ പോവാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്മുടെ കൂടെ വന്നവരവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാ പിള്ളേരും സ്കൂളിൽ പോകുന്ന ടൈമാണ്. സ്കൂളിൽ നല്ല പെയിൻറ്റിങ് ഒക്കെ ഉണ്ട് കേട്ടോ.
പിള്ളേർ സെറ്റൊക്കെ സ്കൂളിലോട്ട് വരണ്ടേ. അപ്പോഴാണ് ഇവിടുത്തെ പോപ്പുലേഷനൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങുന്നത്. രാവിലെ കാരണം എല്ലാവരും ഇത് ഫുൾ സെറ്റപ്പ്, ഫുൾ ബിൽഡിംഗ് സ്കൂളാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും എന്താ പറയുക, കിരുണയുടെ കാഴ്ചകൾ എത്തിയെടുത്ത ഇറങ്ങുന്നതായിരിക്കും. യെസ്, ബാക്ക് ടു അവർ ലാൻഡ്മാർക്ക്.